ഇന്നലെ ഒരു വലിയ ദിവസമായിരുന്നു. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്ക് തുടങ്ങിയ അംഗമായിരുന്നു. അംഗം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. നമ്മുടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എമർജൻസിയിൽ 10 വർഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എമർജൻസി നമ്മുടെ മാനേജറായിരുന്നു. എനിക്കൊരു ഫെയർവെൽ പുള്ളിക്കാരി ഡിപ്പാർട്ട്മെൻറ്റിൽ 38 വർഷം ജോലി ചെയ്ത്, അതിലെനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 22 വർഷത്തോളം നമ്മൾ മാനേജറായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ 10 വർഷം തുടങ്ങി ഇങ്ങോട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് ലീവ് ചെയ്ത കുറേ പേരായിട്ടൊരു ക്യാച്ചപ്പും അങ്ങനെ ഒത്തിരി പേരെ കണ്ടു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരെയും എല്ലാവരായിട്ടുള്ളൊരു നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു വൈനറിയിലാണ് അത് ഫസ്റ്റ് സെക്ഷൻ സെറ്റ് ചെയ്തത്. 1 മണി തുടങ്ങി ഒരു 5 മണി വരെ അവിടെ എന്താ പറയുക, എല്ലാവരും കൂടി സംസാരിക്കൽ. കുറേ പേരൊക്കെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കാത്തതുകൊണ്ട് നോൺ ആൽക്കഹോൾ ജിഞ്ചർ ബിയറിൽ ഒതുക്കി. എന്നാലും നമ്മൾ മോശമാക്കാൻ പോയില്ലേ, കയ്യിലൊരു ഗ്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെന്താ, അത് കഴിഞ്ഞ് ഫുഡൊക്കെ സെർവ് ചെയ്തു. 3 കോഴ്സ് ഫുഡ്, സ്റ്റാർട്ടർ, പിന്നെ മിഡ്, പിന്നെ ഡിസേർട്ട്, അങ്ങനെ കേക്ക് കട്ട് ചെയ്യൽ, പിന്നെ പുറത്തെല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കൽ. ആ ഫോട്ടോ കിട്ടിയില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക്. പിന്നെന്താ, ഫെയർവെൽ സ്പീച്ച്, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വലിയായിട്ടുള്ള ഓർമ്മകളൊക്കെ ഷെയർ ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരിത് വെച്ച് ഫെയർവെല്ലിൽ നമ്മുടെ നാട്ടിലെ ഫെയർവെല്ലൊരു എന്താ പറയുക, ഒരു വിട വാങ്ങുന്ന ഒരു സീൻ പോലെയാണെങ്കിൽ ഇവിടെ ഇവർ പറയുന്നത് ഇതുവരെയുള്ള ആ ഒരു കരിയർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയും. ഇതുവരെയുള്ള കരിയർ ആഘോഷിക്കുക എന്നുള്ളൊരു ഇതിലാണ്. എന്നാലും വിഷമത്തിൻ്റെയും കരച്ചിലിൻ്റെയൊക്കെ മൊമെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ AD ഡയറക്ടർ ഒരു 7 വർഷത്തോളം നമ്മുടെ ADയിൽ മെഡിക്കൽ ഡയറക്ടറായിരുന്ന ആളാണ്. വലിയ ശരീരമൊക്കെ ആണെങ്കിലും കൊച്ചിനെ പോലെയുള്ള അവസാനം ഭയങ്കര കരച്ചിലായിരുന്നു. കുറേ അതിൻ്റെ ഇടയിൽ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് അന്ന് അതിൻ്റെ ഇടയിൽ കരച്ചിലും കാര്യങ്ങളുണ്ടായി. പിന്നെ ഇവിടുത്തെ എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് പിന്നെ ഒരു പബ്ബിൽ പോയിട്ടാണ് എല്ലാവരും ഫുഡും ഡ്രിങ്ക്സൊക്കെ ആയിട്ട് ബാക്കി സമയം ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു മാതിരി ഒരു ഹോൾ ഡേ ആയിട്ടുള്ളൊരു ആഘോഷമായിരുന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 100-150 പേരോളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ആദ്യത്തെ പരിപാടിക്ക് ഒരു 70-75 പേരോളം. പിന്നെ അത് കഴിഞ്ഞ് പബ്ബിൽ ഇങ്ങനെ ആൾക്കാർ വന്നും പോയും പുള്ളിക്കാരത്തിന് വിഷ് ചെയ്തും അങ്ങനെ വെൻഡിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു.